ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഡിജിറ്റൽ അറസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. ഡിജിറ്റൽ ഗിരഫ്താരി ക്യാ ഹെ? ഗിരഫ്താരി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ആണ്. ക്യാ ഹെ എന്താണ്? ഡിജിറ്റൽ ഗിരഫ്താരി ക്യാ ഹെ? ഡിജിറ്റൽ അറസ്റ്റ് എന്താണ്? സൈബർ തട്ടിപ്പുകാർ ഉപയോഗിക്കുന്ന ഒരു പുതിയ തന്ത്രമാണ് ഡിജിറ്റൽ അറസ്റ്റ്. ഡിജിറ്റൽ ഗിരഫ്താരി സൈബർ जालसाजों द्वारा इस्तेमाल की जाने वाली एक नई रणनीति है. रणनीति എന്ന് പറഞ്ഞാൽ തന്ത്രം. ഇസ്തമാൽ करने वाला എന്ന് പറഞ്ഞാൽ ഇസ്തമാൽ की जाने वाली എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ ഗിരഫ്താരി, ഡിജിറ്റൽ അറസ്റ്റ്. സൈബർ ജാൽസാജ എന്ന് പറഞ്ഞാൽ സൈബർ തട്ടിപ്പുകാർ, ദ്വാര അവർ മുഖാന്തരം ഉപയോഗപ്പെടുത്തുന്ന ഇസ്തമാൽ करने वाला एक नई रणनीति ഒരു പുതിയ തന്ത്രമാണ്. അപ്പോൾ സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഓൺലൈൻ തട്ടിപ്പാണ്, പൈസയായിട്ട് ഇൻവോൾവ് ആണ്. നമ്മളെ ഓൺലൈനായിട്ട് അവർ വിളിച്ച് ഒരു കുറ്റകൃത്യങ്ങളിൽ നമ്മൾ പങ്കാളിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ തട്ടിയെടുക്കുകയാണ് ചെയ്യുക. ഇതിൽ തട്ടിപ്പുകാർ ഇരകളെ വിളിക്കുന്നു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പം കുറച്ച് തട്ടിപ്പിന്റെ ഒരു ടീം ഉണ്ടാവും, ഓൺലൈൻ ഹാക്കേഴ്സ് ഒക്കെ ആയിരിക്കും അവർ നമ്മളെ ഒരു ഏതെങ്കിലും ഒരു ഫോൺ നമ്പർ എടുത്തിട്ട് അവർ നമ്മളെ വിളിക്കും. ഇസ്മേ സ്കാമേഴ്സ് പീഡിതോം കോ കോൾ കർത്തേ ഹെ. പീഡിത് എന്ന് പറഞ്ഞാൽ ആരാണോ ഇതിന് ഇരയാവുന്നത്, ഇരയാണ് നമ്മൾ ഹിന്ദിയിൽ പീഡിത് എന്ന് പറയാം. പീഡിതോം കോ ഇരകളെ, കോൾ കർത്തേ ഹെ കോൾ ചെയ്യുന്നു. കോൾ കർത്തേ എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുന്നു. ഇസ്മേ ഇതിൽ, ഈ എന്ന് പറഞ്ഞാൽ സൈബർ അറ്റാക്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റില് സ്കാമേഴ്സ്, സ്കാം ചെയ്യുന്നവർ എന്നാൽ ഈ കുറ്റകൃത്യം നടത്തുന്ന ആൾക്കാർ. പീഡിതോങ്കോ കോൾ കർത്തേ ഹെ ഇരകളെ വിളിക്കുന്നു. അവർ ഗുരുതരമായ ഒരു കുറ്റകൃത്യം ചെയ്തു എന്നും അവർ ഉന്നോനെ ഏക് ഗംഭീർ അപരാധ് കിയാ ഹെ, ആരെയാണോ വിളിക്കുന്ന ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തും. നിങ്ങളൊരു വലിയ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന് ഹിന്ദിയിൽ പറയാ ഉന്നോനെ അവർ, ആരെയാണോ വിളിക്കുന്ന അവർ. ഏക് ഗംഭീർ അപരാധ് ഒരു ഗുരുതരമായ കുറ്റം. ഗംഭീർ എന്ന് പറഞ്ഞാൽ ഗുരുതരമായ, വലിയ, ഭയാനക് എന്നൊക്കെ പറയില്ല, അതുപോലെ കുറ്റകൃത്യത്തിന് പറയുന്നതാണ് അപരാധ്. ചെയ്തു എന്നും ബാക്കി അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എന്നിൽ നിർത്തിയത്. അപരാധ് കിയാ ഹെ അപരാധം ചെയ്തിട്ടുണ്ടെന്നും, അവർ ഉന്നോനെ ഏക്ക് ഗംഭീർ അപരാധ് കിയാ ഹെ അവർ ഒരു ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തു എന്ന് ആദ്യം ഫോൺ വിളിച്ചിട്ട് പറയും. ബാക്കിയാണ് അറസ്റ്റ് ചെയ്യപ്പെടും എന്നും ഭീഷണിപ്പെടുത്തുന്നു. ആ സെന്റൻസ് തന്നെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഇത്. അറസ്റ്റ് ചെയ്യപ്പെടും എന്നും ഭീഷണിപ്പെടുത്തുന്നു. ഗിരഫ്താരി കി ദംകി ദി ജാത്തി ഹെ. ഗിരഫ്താരി എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുക. ദംകി എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ്. ഒരാൾക്ക് നമ്മളിവിടെ പറയില്ലേ, മലയാളത്തിൽ പറയും നമ്മൾ അവനെ എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആ ഭീഷണിപ്പെടുത്തി എന്നുള്ളതിന് ഹിന്ദിയിൽ പറയാ ദംകി ദി ഗയി. ദംകി ദി ഗയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭീഷണി തന്നു. ഭീഷണി തന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണിപ്പെടുത്തുക. അപ്പൊ ആദ്യം പറയും നിങ്ങൾ വലിയൊരു കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരെ തട്ടിപ്പിലേക്ക് കൊണ്ടുപോവുക. ഗിരഫ്താരിക്ക് ദംകി, അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണി കൊടുക്കും. പിന്നീട് ഈ രീതിയിൽ അകപ്പെടുന്ന ഇരകളിൽ നിന്ന് പണം തട്ടിയെടുക്കുകയാണ് ലക്ഷ്യം. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ലക്ഷ്യമാണ് കേട്ടോ. ഇൻകാ ഉദ്ദേശ് പീഡിതോം സെ പൈസേ ലൂട്ടനാ ഹൈ. ഇവരുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയാ? നമ്മളെ ഭയപ്പെടുത്തിയിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസ തട്ടിയെടുക്കുക. ഇൻകാ ഉദ്ദേശ് ഇവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ ഇവരുടെ ലക്ഷ്യം പീഡിതോം സെ ഇരകളിൽ നിന്ന് പൈസേ ലൂട്ടനാ ഹെ പൈസ തട്ടിയെടുക്കുക. ലൂട്ടന എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക, അനധികൃതമായിട്ട് പിടിച്ചെടുക്കുക, നിയമവിരുദ്ധമായിട്ട് പിടിച്ചെടുക്കുന്നതിനൊക്കെയാണ് ലൂട്ടിന എന്ന് പറയാം. കട്ടെടുക്കുക, കൊള്ളയടിക്കുക, ഇതിനൊക്കെ ലൂട്ടിന എന്ന് പറയും. ഇൻകാ ഉദ്ദേശ് ഇവരുടെ ലക്ഷ്യം പീഡിതോംസെ പീഡിതരിൽ നിന്ന് അല്ലെങ്കിൽ ഇരകളിൽ നിന്ന് പണം തട്ടിയെടുക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടക്കുന്നത്? കൈസേ കാങ്കർത്തായ ഗൊട്ടാല. ഗൊട്ടാല നിങ്ങൾ ന്യൂസിലൊക്കെ പല പ്രാവശ്യം കേട്ടിട്ടുണ്ടാകും. ഹിന്ദി ന്യൂസൊക്കെ കേൾക്കുന്നവർക്കറിയാം. ഗൊട്ടാല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തട്ടിപ്പില്ല, വലിയ തോതിലുള്ള തട്ടിപ്പിനൊക്കെയാണ് നമ്മൾ ഗൊട്ടാല എന്ന് പറയുന്നത്. പൈസക്കാ ഗൊട്ടാല കിയ എന്ന് പറഞ്ഞാൽ കുറെ പൈസയുടെ ഗൊട്ടാല കിയ എന്ന് പറഞ്ഞാൽ കുറെ പണത്തിന്റെ തട്ടിപ്പ് നടത്തിയ ആളാ, അങ്ങനെ പറയും. കൈസേ കാം കർത്തായ ഗൊട്ടാല. ഈ ഗൊട്ടാല എങ്ങനെയാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഈ തട്ടിപ്പ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ഇത്
സ്പോക്കൺ ഹിന്ദിയുടെ ഒരു വീഡിയോ ആണ്. പക്ഷെ അതിൽ കൂടെ നിങ്ങൾക്ക് കുറച്ചൊരറിവ് ഡിജിറ്റൽ അറസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ചെറിയ അറിവ്, ഇതിനെപ്പറ്റി നിങ്ങൾക്കൊക്കെ നല്ല അറിവുണ്ടാവാമെന്ന് എനിക്കറിയാം. പക്ഷെ കുറച്ചു പേർക്കെങ്കിലും ഇത് ഡിജിറ്റൽ അറസ്റ്റ് എന്താണെന്ന് കേൾക്കാത്തവർ പോലും ഉണ്ടാകും, കുറച്ചു പേരെങ്കിലും. അപ്പൊ അവർക്കൊരു ഉപയോഗപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വരും. കിസി അഞ്ചാൻ നമ്പർ സേ കോൾ ആയെങ്കിൽ ഏറ്റവും ആദ്യം വരും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ എന്തെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു കോൾ വരും. അതാണ് തുടക്കം. കിസി അഞ്ചാൻ നമ്പർ സേ കോൾ ആയെങ്കിൽ ഏതെങ്കിലും ഒരു അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരും. അഞ്ചാൻ നമ്പർ എന്ന് പറഞ്ഞാൽ അജ്ഞാത നമ്പർ. സേ നമ്പറിൽ നിന്ന് കോൾ ആയെങ്കിൽ കോൾ വരും. കിസി ഏതോ ഒരു അഞ്ചാൻ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഒരു അജ്ഞാത നമ്പറിൽ നിന്ന് കോൾ വരും. അതാണ് തുടക്കേണ്ടത്. അപ്പോൾ അജ്ഞാത നമ്പർ എന്നൊക്കെ കോൾ വന്ന് ആരെങ്കിലും എന്തെങ്കിലും ഓർഡർ ചെയ്താൽ നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. അല്ലാതെ അവർ പറയുന്നതിനൊക്കെ ചാടി കയറി ഉത്തരം കൊടുക്കാൻ നിൽക്കരുത്. വിളിക്കുന്ന ആൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വെളിപ്പെടുത്തുക. അപ്പൊ ആ വിളിക്കുന്ന ആൾ പറയൂ, ഒന്നെങ്കിൽ അയാൾ പോലീസ് ഉദ്യോഗസ്ഥനാണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് ഏജൻസിയിലുള്ള ഏതെങ്കിലും ആളാണെന്നൊക്കെയാണ് നമ്മളോട് പറയാ. ഫോൺ കർണേ വാല ബതായെങ്കി കി വോ ഏക് പോലീസ് കർമ്മി ഹെ. ഫോൺ കർണേ വാല, ഫോൺ ചെയ്യുന്ന ആൾ. ഫോൺ കർണേ വാല എന്ന് പറഞ്ഞാൽ ഫോൺ വിളിക്കുന്ന ആൾ. ബതായെങ്കി കി, അയാൾ പറയും. എന്താ പറയാ? കി ബതായെങ്കി കി, അയാൾ പറയും. വോ ഏക് പോലീസ് കർമ്മി ഹെ, അവൻ അല്ലെങ്കിൽ അയാൾ ഒരു പോലീസ് കർമ്മി ഹെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, പോലീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ പോലീസ് ആണെന്ന് പറയും. അല്ലെങ്കിൽ ഒന്നിക്ക് പോലീസ് ആണെന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഏജൻസിയുടെ ഏജന്റ് ആണെന്ന് പറയും. അപ്പൊ എന്തെങ്കിലും തരത്തിൽ നമ്മളെ വിശ്വസിപ്പിക്കും. ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണിത്. ഏക് ബഡി സമസ്യ ഹെ ജിസെ ആജ് ഹം ഡർത്തെ ഹെ. കുറച്ചു പേരെങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ ഓൺലൈൻ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാവും. ഇത്ര വലിയ തോതിലില്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും ആയിട്ടുണ്ടാവാം. ഏക് ബഡി സമസ്യ ഹെ, ഇതൊരു വലിയ പ്രശ്നമാണ്. സമസ്യ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ജിസെ ആജ് ഹം ഡർത്തെ ഹെ, ജിസെ ഇത് ഏതിനെയാണോ, ആജ് ഹം ഡർത്തെ ഹെ, ഇന്ന് നമ്മൾ ഭയപ്പെടുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത്? ഡിജിറ്റൽ അറസ്റ്റ്. സമസ്യ എന്ന് പറഞ്ഞ പ്രശ്നം, ജിസെ ഏതിനെ, അല്ലെങ്കിൽ ഇന്ന് ഏതോ ഒരു കാര്യം പറയുമ്പോൾ അതിനെപ്പറ്റി പറയാണ് ജിസ്സെ എന്ന് പറയുന്നത്. ഇരകളെ ഭയപ്പെടുത്തി അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന തോന്നലുണ്ടാക്കും. യെ പീഡിതോं को डराता है और उन्हें महसूस कराते हैं कि उन्होंने गलत काम किया है. ये पीड़ितों को डराते हैं. പീഡിതം എന്ന് പറഞ്ഞാൽ ഇരകളെ ഇവരങ്ങ് പേടിപ്പിക്കും. ഡറാന എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക. പീഡിതോं को ഇരകളെ. അവർ ഉന്നെ മെഹസൂസ് കരാത്തെ, അവരെ കൊണ്ട് തോന്നിപ്പിക്കും. മെഹസൂസ് കരാൻ എന്ന് പറഞ്ഞാൽ നമുക്കങ്ങ് തോന്നും, ഞാൻ ചെയ്തു പോയിട്ടുണ്ട്, അത് ആ തരത്തിലാണ് നമ്മളെ കൊണ്ട് അവർ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നമുക്ക് തോന്നും നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്, അപരാജം ചെയ്തിട്ടുണ്ടെന്ന് നമ്മളെ തോന്നിപ്പിക്കും. കി ഉന്നോനെ ഗലത് കാം കിയാ ഹെ, എന്താ തോന്നിപ്പിക്കുക? നമ്മളെന്തോ തെറ്റായി ചെയ്തിട്ടുണ്ടെന്നുള്ളത്, നമ്മളെന്തോ ഒരു തെറ്റായ പ്രവൃത്തിയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് നമ്മളെ പറഞ്ഞ് അവർ മനസ്സിലാക്കും. അതാണ് അവരുടെ എബിലിറ്റി. ആ എബിലിറ്റിയിലൂടെയാണ് അവർ പൈസ തട്ടിയെടുക്കുന്നത്. फिर मामले को निपटाने के लिए एक निश्चित रकम की मांग की जाएगी. തുടർന്ന് കേസ് ഒതുക്കാനായി ഒരു നിശ്ചിത തുക വേണമെന്ന് ആവശ്യപ്പെടും. അവർ പറയും, ഇപ്പം ഇത് അടച്ചിട്ടില്ലേ നിങ്ങളെ അറസ്റ്റ് ചെയ്യും, നിങ്ങളെ ഫാമിലി അറസ്റ്റ് ചെയ്യും, നിങ്ങളെ ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അപ്പോൾ ഫിർ മാമലയ്ക്കോ നിപട്ടാനേക്കല്ലേ, മാമല എന്ന് പറഞ്ഞാൽ കേസ്. ഒരു കേസ് ഉണ്ട് നമ്മളെടുത്ത്, ഒരു കേസായിട്ടല്ല നമ്മളെ അവർ വിളിക്കുന്നത്, കേസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതിനാണ് അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ കേസിനെ നിപട്ടാനേക്കല്ലേ, അതിൽ നിന്ന് പുറത്തു വരാൻ, അല്ലെ അതിനെ ഒതുക്കാനായിട്ട് ഏക് നിശ്ചിത റക്കം മാങ്കി ജായകി എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക ആവശ്യപ്പെടും. പണം നൽകിയില്ലെങ്കിൽ അറസ്റ്റ് ഉറപ്പാണെന്ന് ഭീഷണിപ്പെടുത്തും. പൈസ നെഹി ദേനെ പർ ഗിരഫ്താരിക്ക് ധംകി ദീ ജായകി. പണം കൊടുത്തില്ല എങ്കിൽ ഗിരഫ്താരി, അറസ്റ്റിന്റെ ധംകി, ഭീഷണി ദീ ജായകി, ഭീഷണിപ്പെടുത്തും. നിങ്ങളിപ്പോ ഇത്രയും പൈസ അടച്ചിട്ടില്ലെങ്കിൽ ഈ അറസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. ഞാൻ പറയുന്ന എത്ര പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാം. ഇതൊരു പോലീസുകാരൻ പറയുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഏജന്റ് പറയുന്ന പോലെയോ പറഞ്ഞിട്ടാണ് നമ്മളെ വിശ്വസിപ്പിക്കുക. അപ്പൊ നമ്മൾ എളുപ്പത്തിൽ വിഡ്ഢിയാവുന്ന ഒരാൾക്കാരൊക്കെ ആണെങ്കിൽ, അല്ലെ ആദ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊന്നും ഒരു അറിവുമില്ലാത്ത ആളാണെങ്കിലാണ് വേഗത്തിലൊക്കെ അകപ്പെട്ടു പോവുക. ചിലർ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ കുരുക്കുന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയോ, ഞാൻ വലിയ അപകടത്തിൽ ചെന്ന് ചാടാൻ പോകുന്നുണ്ട്, അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു 10 ലക്ഷമോ 5 ലക്ഷമോ എത്രയുള്ളത് വെച്ചാൽ അത്രയും കൊടുക്കാന്ന് വിചാരിക്കും. ഇതിന് നിയമപരമായ യാതൊരു അധികാരവുമില്ല. ഈ ഡിജിറ്റൽ അറസ്റ്റിന് ഒരു നിയമപരമായ അധികാരവും ഇല്ല കേട്ടോ. അത് മീൻസ് ഡിജിറ്റൽ അറസ്റ്റ് ഗവൺമെന്റിന്റെ നോളജിലുള്ള ഒരു കാര്യമല്ല.
इसका कोई कानूनी अधिकार नहीं है. നിയമപരമായ യാതൊരു അധികാരവുമില്ല. നിയമപരം എന്നുള്ളതാണ് കാനൂനി. അധികാരത്തിന് അധികാർ नहीं है, അധികാരമില്ല. इसका ഇതിന് നിയമപരമായ ഒരു അധികാരമില്ല. അപ്പൊ ഇതില് നമ്മൾ പേടിക്കുകയോ പൈസ കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫോണ് അവർക്ക് ആൻസർ ചെയ്യാതിരിക്കാം. എങ്ങനെയെങ്കിലും മറ്റൊരു ഫോൺ അന്നപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. ഫോണിന്റെ കൺട്രോൾ അവരുടെ കയ്യിലാണ്. അപ്പൊ മറ്റൊരാളുടെ ഫോൺ വാങ്ങിയിട്ടോ എങ്ങനെയെങ്കിലും പോലീസിനെ അറിയിക്കാതെ മാത്രം നമ്മൾ ചെയ്താൽ മതി. പോലീസ് ഉദ്യോഗസ്ഥർ ഒരിക്കലും വീട്ടിലേക്ക് വിളിക്കുകയോ പണം ആവശ്യപ്പെടുകയോ ചെയ്യുകയില്ല. പോലീസ് അധികാരി കബീ ബി ഘർ പർ ഫോൺ നീ കരേങ്കി യാ പൈസ നീ മാങ്ങേങ്കി. അപ്പൊ നമ്മൾ ഓർത്ത് വെക്കണം, ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വീട്ടിലേക്ക് വിളിച്ചിട്ട് പണം ആവശ്യപ്പെടൂല. നിങ്ങളിങ്ങനെ അറസ്റ്റഡ് ആണെന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞ് ഫോൺ ചെയ്യില്ല. അവരെ അറസ്റ്റ് രേഖപ്പെടണമെങ്കിൽ വാറണ്ടായിട്ട് നേരിട്ട് വീട്ടിൽ വരികയുള്ളൂ. അവരൊരിക്കലും ഫോൺ ചെയ്ത് നമ്മളോട് ധംകി തരൂല. ധംകി എന്ന് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തിയില്ല, നമ്മളോട് പൈസ വാങ്ങിക്കുകയില്ല. അപ്പോൾ ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് ബേസിക് ആയിട്ട് എല്ലാ മനുഷ്യരും. പോലീസ് അധികാരി കബീ ബി ഘർ പർ ഫോൺ നീ കരേങ്കി യാ പൈസ നീ മാങ്ങേങ്കി. ഇരകളെ ഭീഷണിപ്പെടുത്തി പണം ചൂഷണം ചെയ്യുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇൻക മക്സദ് പീഡിതോं को डराना और पैसे लूटना है. ഇൻക ഇവരുടെ മക്സദ് എന്ന് പറഞ്ഞാല് ലക്ഷ്യം. മക്സദ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം. പീഡിതോं को എന്ന് പറഞ്ഞാല് പീഡിപ്പിക്കപ്പെടുന്നവര് അല്ലെങ്കിൽ ഇരകളെ ഡറാന അവരെ പേടിപ്പിക്കുക, അവർ പൈസ ലൂട്ടന അവരുടെ പൈസ തട്ടിയെടുക്കുക. ഇതാണ് ഇവരുടെ ലക്ഷ്യം. അപ്പൊ ഈ സൈബർ ക്രൈം ഒക്കെ നടത്തുന്നവരുടെ അല്ലെങ്കിൽ ഡിജിറ്റൽ അറസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ വിളിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ മെയിൻ ലക്ഷ്യം എന്താ? പൈസ തട്ടിയെടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു വിധത്തിലും നമ്മൾ എന്ത് തന്നെ വന്നാലും പൈസ ട്രാൻസ്ഫർ ചെയ്യരുത്. ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറഞ്ഞൊന്നും നടക്കില്ല. അത് അവരെ നമ്മളെ പേടിപ്പിക്കല്ലാതെ അങ്ങനെയൊന്നും ഗവൺമെന്റ് സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഉൾക്കൊണ്ടുകൊണ്ടോ ഇങ്ങനെ ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് ആരും പേടിക്കണ്ട. എല്ലാവരും ഒന്ന് ഉണർന്നിരിക്കുക. ഇങ്ങനെയൊക്കെ കോൾ വരുമ്പം പേടിക്കാതിരിക്കുക. എങ്ങനെ സുരക്ഷിതരായിരിക്കാം? കൈസേ സുരക്ഷിത് രഹേ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ അറസ്റ്റിൽ നിന്നും നമ്മൾ എങ്ങനെ സുരക്ഷിതരായിട്ട് ഇരിക്കാൻ പറ്റും. കൈസേ സുരക്ഷിത് രഹേ, എങ്ങനെ നമുക്ക് സുരക്ഷിതരായിരിക്കാം. മെയിൻലി നമ്മൾ അവർ അൺനോൺ നമ്പറിൽ നിന്നൊക്കെ കോൾ വന്നാൽ 1-2 പ്രാവശ്യം വന്നാലൊക്കെ എടുത്താൽ മതി. എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അവരോട് നമ്മളുടെ ഒരു കാര്യങ്ങൾ അവരോട് അങ്ങോട്ട് വെളിപ്പെടുത്തുകയും വേണ്ട. അവർ പറയുന്നതിനനുസരിച്ചൊന്നും ആക്ട് ചെയ്യുകയും വേണ്ട. ഒരു ഹലോ ഹായിലൂടെ നമുക്ക് മനസ്സിലാവും എന്ത് കാര്യത്തിനാണ് അവർ വിളിക്കുന്നതെന്ന്. അപ്പൊ ന്യായപരമായ കാര്യത്തിനൊക്കെ ആണെങ്കിൽ മാത്രം അവരുടെ കോൾ അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തേക്കുക. അജ്ഞാത നമ്പറിൽ നിന്നുള്ള വിളികൾ സംശയത്തോടെ കാണുക. ഇത് ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, വീണ്ടും പറയാണ്. അജ്ഞാത നമ്പറോസെ ആനേവാല കോൾ പർ സന്ദേഹരെ. അറിയാത്ത നമ്പറിൽ നിന്ന് കോൾ വരുമ്പോൾ അതിന് സംശയത്തോടെ മാത്രം നോക്കുക. എടുത്തു ചാടിയിട്ട് ഒന്നും പറയരുത്, ഒന്നും വെളിപ്പെടുത്തി പോകരുത്. അതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഒരു കോളിനെ നമ്മൾ വിശ്വസിക്കരുത്. നമ്പർ സേവ്ഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് പേരോ നമ്പറോ നമുക്ക് പരിചയമുള്ള നമ്പറിൽ പേരിൽ നിന്ന് കോൾ വന്നാൽ മാത്രം നമ്മൾ ഓപ്പൺലി സംസാരിക്കാം. മറ്റേതൊക്കെ സംശയത്തോട് മാത്രം സംസാരിക്കാം. ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുക. തുരന്ത് പോലീസ്ക്കോ സൂചനാദേ. പിന്നെ ഒന്നാമത് ഈ ഡിജിറ്റൽ അറസ്റ്റിനൊക്കെ പോകുമ്പോൾ ഫോൺ അവരുടെ കൺട്രോളായി. നമുക്ക് ആ ഫോൺ ഓഫ് ആക്കാനോ മെസ്സേജ് അയക്കാനോ അതിൽ നിന്ന് വേറൊരാളെ വിളിക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മുടെ അയൽപക്കത്തുള്ളവരുടെ ഒരു ഫോണോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ആരുടെയും ഫോണുണ്ടോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അടുത്താണെങ്കിൽ പോയിട്ടോ എങ്ങനെയായാലും പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ നമ്മുടെ ഫോണിലൂടെ ഒരു പ്രാവശ്യം അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിൽ കൂടി ഒന്നും ചെയ്യാൻ പറ്റൂല. ഫോൺ ഒരു വൈബ്രേറ്റിംഗ് മോഡിലായിരിക്കും, അവരുടെ കൺട്രോളിലായിരിക്കും. നമുക്കതിൽ നിന്ന് മെസ്സേജ് നോക്കാനോ വാട്സപ്പ് ചെയ്യാനോ കോൾ ചെയ്യാനോ ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കും ഫോൺ. യാതൊരു കാരണവശാലും പണം നൽകാതിരിക്കുക. കിസി ബി കാരൺ സേ പൈസ നദേ. എന്ത് തന്നെ കാരണം വന്നാലും പൈസ കൊടുക്കരുത്. അവരുടെ മെയിൻ ലക്ഷ്യം പൈസ തട്ടുക എന്നുള്ള. അപ്പൊ ആ പൈസ ഒരു വിധത്തിലും കൊടുക്കരുത്. അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ, പക്ഷെ പൈസ കൊടുക്കരുത്. കിസി ബി കാരൺ സേ, യാതൊരു കാരണവശാലും പൈസ കൊടുക്കരുത്. കാരണം ഡിജിറ്റൽ അറസ്റ്റ് എന്നുള്ളത് നിയമപരമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആരും ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ആരും പൈസ കൊടുക്കാതിരിക്കുക. ഇങ്ങനെ കോള് പ്രൊലോങ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ അകപ്പെട്ടെന്ന് വെച്ചാൽ ഫോൺ ഒരു സ്ഥലത്ത് വെച്ചേക്കുക. അതുവരെ പറയുന്നത് കേൾക്കാനേ നിൽക്കണ്ട. ഫോൺ കുറേ നേരം അങ്ങനെ അവിടെ ഹോൾഡായിട്ട് നിന്നോട്ടെ. പോലീസിനെ അറിയിക്കുക. നമ്മൾ സൈബർ തട്ടിപ്പിന് ഇരയാവാതിരിക്കുക. സൈബർ ധോക്കാഗഡി കാ ശിക്കാർ ഹോനെ സെ ബച്ചേ. ധോക്കാഗഡി എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്.
ക്രൈം ഒക്കെ പറയില്ലേ. ധോക്ക ഗഡി കാ ഷിക്കാർ. ഷിക്കാർ എന്ന് പറഞ്ഞാൽ അതിന് ഇരയാവാതിരിക്കുക. ഇരയാവാതിരിക്കുന്നതിനാണ് ഷിക്കാർ ഹോനേസെ ബച്ചേ. ഇരയാവുന്നതിൽ നിന്നും രക്ഷപ്പെടൂ. ബച്ചന എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുക. സൈബർ ക്രൈമിന് ഇരയാവുന്നതിൽ നിന്ന് രക്ഷപ്പെടുക. സൈബർ ധോക്കാഗഡി കാ ഷിക്കാർ ഹോനേസെ ബച്ചേ. ധോക്കാഗഡി എന്ന് പറഞ്ഞാൽ തട്ടിപ്പ്. ഓക്കെ, സൈബർ തട്ടിപ്പ്, സൈബർ ധോക്കാഗഡി കാ ഷിക്കാർ ഹോനേസെ, അതിന്റെ ഇരയാവുന്നതിൽ നിന്നും രക്ഷിക്കൂ, സ്വയം രക്ഷിക്കൂ. ബച്ചേ എന്ന് പറഞ്ഞാൽ അപ്പനെ ആപ്കോ ബച്ചാവോ, അല്ലെങ്കിൽ സ്വയം രക്ഷിക്കൂ. താങ്ക് യു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. കമന്റിലൂടെ അറിയിച്ചാൽ